ഹലോ ഫ്രണ്ട്സ്, നമുക്കല്ല സൂപ്പർ മീൻ കറി വെച്ചാൽ അതിനകത്ത് ഒരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ കടുക് പൊട്ടിച്ച് അതിലേക്ക് സവാള ഇഞ്ചി വെളുത്തുള്ളി കൂടി ഇട്ട് ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് തക്കാളി ഇട്ട് നന്നായിട്ട് വാട്ടിയെടുത്തതിന് ശേഷം അതിൽ നമ്മുടെ കറിവേപ്പിലയും തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് എന്ത് ചെയ്യണം, ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് അതിന് ആവശ്യത്തിന് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അതിനുശേഷം ഒരു ചട്ടി എടുത്ത് അടുപ്പത്തേക്ക് വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഫിഷ് മസാലയും മഞ്ഞൾപ്പൊടിയും ഉലുവപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ച് കൊടുക്കണം കേട്ടോ. അതിനുശേഷം മാത്രം നമ്മുടെ മുളക് ഞാൻ ഇവിടെ കുറച്ച് ഇടുന്നുള്ളൂ. എന്താ വെച്ചാൽ വീട്ടിൽ തന്നെ പൊടിക്കുന്നതാണ്, ഭയങ്കര എരിവാണ് കേട്ടോ. അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പുളിയും കൂടെ വീത്തി കൊടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിളവരണ വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ തിളവരണ സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മസാലയിൽ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അയലയോ ചാളയോ എന്തിട്ടുണ്ട്. ഞാനിവിടെ കേര മീനായിട്ട് എടുത്തേക്കണത്. അതും കൂടി ഇതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഒരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം. തിള വന്നതിന് ശേഷം ഒരു 2-3 മിനിറ്റെങ്കിലും ഇരിക്കണം കേട്ടോ. അതിനുശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള എണ്ണയും കൂടെ വീത്തി കൊടുത്തിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തീർന്നു, സംഭവം കഴിഞ്ഞു. നമുക്ക് ചോറിൻ്റെ കൂടെ കപ്പയുടെ കൂടെ എന്തിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ ചോറും നമ്മുടെ ചക്കയ്ക്കും ഒക്കെ ആയിട്ട് എടുത്തേക്കണം. അങ്ങനെ കഴിച്ച് നോക്കി മക്കൾ, വേറെ ലെവലിൽ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ അഭിപ്രായം പറയണം, കഴിച്ച് നോക്കിയിട്ട്. അപ്പോൾ ടാറ്റാ ബൈ. ഫസ്റ്റ് ഞാൻ കഴിച്ചു നോക്കാം, എന്നിട്ട് പിന്നെ കൊടുക്കാം. കുട്ടാപ്പി കഴിച്ചിട്ട് പറയും. ഈ ചക്കയും മീൻ കറിയൊക്കെ ഉള്ളപ്പോഴത്തേക്കും കാന്താരി വേണം. കാന്താരി ഉണ്ടെങ്കിൽ കിട്ടുള്ളൂ. ഇവിടെ എപ്പോഴും കാന്താരി കിട്ടില്ല. അപ്പം അമ്മ ഉപ്പിലിട്ട് തന്നേക്കാണ്. അങ്ങനെ എന്തെങ്കിലും പറ.